പുതിയ ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായിട്ട് 2 മണിക്കൂർ പിന്നിടുന്നു. 2.25 മണിക്കൂറാകുമ്പോഴും അഗ്നിരക്ഷാ സേനകളുടെ നിരവധി യൂണിറ്റുകൾ എത്തി തീവ്രമായ ശ്രമം തുടരുമ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് ആശങ്ക. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒഴിവായിപ്പോയത്. ആളുകൾ തീപിടുത്തം കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് മാറുകയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ബസ്സുകളൊക്കെ അവിടെ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. ഗതാഗത കുരുക്ക് നഗരത്തിന്റെ മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നഗരത്തെ മൂടിയിരിക്കുന്നു കറുത്ത പുക. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ഗതാഗത സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ 15-ലേറെ വരുന്ന അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നതോടെ തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. രാത്രി വീണു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു. അത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ കനത്തതാകും എന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. കരിപ്പൂരിൽ നിന്നുള്ള യൂണിറ്റുകൾ പാന്തർ എത്തിയിട്ടുണ്ട്. അതിവേഗം തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഇതിനിടയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം തീപിടുത്തമുണ്ടായിട്ടും സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ്. ഏതായാലും അത്തരം ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമുള്ള സമയമല്ല ഇപ്പോൾ. വളരെ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നത് എത്രയും പെട്ടെന്ന് ഫലം കാണും എന്ന പ്രതീക്ഷ നമുക്ക് വെക്കാം. ഏതായാലും തീ ആളിപ്പടരുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നുണ്ട്. വസ്ത്രവ്യാപാരശാലയുടെ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. അത് അതിവേഗം പിന്നീട് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒഴിവായിപ്പോയത്. പക്ഷേ തീ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും എന്നതാണ് വിലയിരുത്തൽ. ഏതായാലും വിവിധ ഇടങ്ങളിലേക്ക് തീ പടരുന്നുണ്ട്. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് വ്യാപാരശാലകളുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കോഴിക്കോടുള്ളത്. 15-ലേറെ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോഴും അഗ്നിരക്ഷാ സേന വളരെ ശക്തമായി ഊർജിതമായി ആ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ തീ അണയ്ക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാത്രി ആയിരിക്കുന്നു എന്നത് ഈ ശ്രമങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നതുകൂടി നമുക്ക് നോക്കണം. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ ഷഹദ് റഹ്മാൻ, സമീർ സി മുഹമ്മദ് എന്നിവരും സംഭവ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം രാഹുൽ സുരേഷ് കൂടി അവിടെ എത്തി മറ്റ് വിവരങ്ങൾ നൽകും. ഞാൻ ദീപക് ധർമ്മടത്തിലേക്ക് പോകട്ടെ. ദീപക്, ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പാന്തർ എത്തിയിട്ടുണ്ട്. അതിവേഗം തീ അണയ്ക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. എന്നിട്ടും തീ അണയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിലവിൽ എന്താണ് അഗ്നിരക്ഷാ സേനകൾക്ക് മുന്നിലുള്ള വെല്ലുവിളി? കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നു എന്ന് പറയുമ്പോൾ കനത്ത നാശനഷ്ടത്തിനുള്ള സാധ്യതകളല്ലേ കാണുന്നത്? ഗോപി, ഈ കെട്ടിടം പൂർണ്ണമായി കത്തി അമരുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ പറയുമ്പോൾ ഉള്ളതിനേക്കാൾ തീ ആളിപ്പടരുന്ന കാഴ്ചയാണ്. നമ്മുടെ ക്യാമറ ഒന്ന് ഷിജു പാൻ ചെയ്താൽ കാണാം. ഈ കെട്ടിടത്തിന്റെ, അതായത് ഹോൾസെയിൽ ഗോഡൌണിന്റെ വലത്തെ അറ്റത്ത്, അതായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഹോൾസെയിൽ ഗോഡൌണാണ് തീ പിടിക്കുന്നത്. അതിന്റെ റീറ്റെയിൽ തലത്തിലേക്ക് ഇതാ തീ കത്തി അങ്ങ് പടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഘട്ടത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഒരു കാര്യം നമുക്ക് ഈ വേളയിൽ സംശയലേശമില്ലാതെ പറയാൻ സാധിക്കും, ഈ കെട്ടിടത്തിൽ ഫയർ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ എണ്ണിയത് പ്രകാരം ഏതാണ്ട് 28ഓളം ഫയർ എഞ്ചിൻ ഈ കോംപ്ലക്സിനുള്ളിലേക്ക്, അതായത് KSRTC ക്ഷമിക്കണം, നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡിനകത്തേക്ക് മാത്രം ഫയർ എഞ്ചിനുകൾ എത്തി. പക്ഷേ തീ 1% പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും തീ ആളിക്കത്തുന്നു. ഇതാ വലത്തെ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമറാമാൻ പാൻ ചെയ്യുമ്പോൾ കാണാം ഗോപി, ദൃശ്യങ്ങളിൽ ഇതാ ആളിക്കത്തി പടരുകയാണ് തീ എന്നുള്ളതാണ്. ഈ തീ ഏതെങ്കിലും നിലയിൽ നിയന്ത്രിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള ജലപീരങ്കി, അതായത് അതീവ സുരക്ഷാ ക്രമീകരണമുള്ള ആ യന്ത്രം പോലും, വണ്ടി പോലും വന്നിട്ടും തീ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഈ കെട്ടിടത്തിനകത്തിലേക്ക് വെള്ളം ചീറ്റാനുള്ള ഫയർ സേഫ്റ്റി മെക്കാനിസം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ കെട്ടിടത്തിന്റെ പാളികളിൽ, ഈ കൺസീൽഡ് പാളികളിൽ പൊട്ടിയ ഇടങ്ങളിലൂടെ മാത്രമാണ് ഈ ഫയർഫോഴ്സ് വെള്ളം ചീറ്റാൻ സാധിക്കുന്നത്. അകത്ത് വലിയ രീതിയിൽ തീ ആളിപ്പടരുകയാണ്. ഇതിപ്പോൾ ഈ കെട്ടിടത്തിൽ നമ്മളൊന്ന് ക്യാമറ വലത്തു നിന്നും ഇടത്തോട്ടേക്കൊന്ന് പാൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, ഒരു കെട്ടിടമാകമാനം ഇങ്ങനെ നിന്ന് കത്തുന്ന കാഴ്ചയാണ്. ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല 4:15 കണ്ട തീയാണ്. ഇപ്പോൾ സമയം 7:15 അടുക്കുന്നു. ഒരർത്ഥത്തിലും തീ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ കാരണം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഈ
അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ തീരെ പാലിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഗോപി. ഒരാശ്വാസം, ഇന്ന് ഞായറാഴ്ച ഹോൾസെയിലിൽ സെയിലില്ല, അതുകൊണ്ട് ജീവനക്കാരില്ല, അതുകൊണ്ട് മാത്രമാണ് വലിയ ആളപായം ഒഴിവായത് ഗോപി. ശരി, ഇവിടെ ഒരു ഫയർ സേഫ്റ്റി മെക്കാനിസം ഇല്ല എന്നതാണ് ദീപക് ധർമ്മടം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ചീറ്റുന്നുണ്ടെങ്കിലും അഗ്നിരക്ഷാസേന മണിക്കൂറുകളായി ഇതിൽ ശ്രമം തുടരുന്നുണ്ടെങ്കിലും ശരിയായ ഇടങ്ങളിലേക്ക് വെള്ളം എത്തിച്ച് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ളൊരു മാർഗം കാണുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയ്ക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും തീ അണയ്ക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സവും പ്രതിസന്ധിയും. നമുക്ക് കാണാൻ കഴിയും, വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അഗ്നിരക്ഷാ സേനകളുടെ വിവിധ യൂണിറ്റുകൾ അതിവേഗം തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, തിരുവനന്തപുരം പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രവ്യാപാര ശാലയിലെ തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിവേഗം അത്യധികം ഊർജിതമായി ആ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നിർഭാഗ്യവശാൽ തീ അണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാന കാരണം ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഒന്നും ഒരു ഫയർ സേഫ്റ്റി മെക്കാനിസം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം യൂണിറ്റുകൾ എത്തി തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിട്ടും തീ പടരുന്ന ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനോ തീ അണയ്ക്കാനോ കഴിയുന്നില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ അഗ്നിരക്ഷാ സേനകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയും വെല്ലുവിളിയും.